ഏതൊരു നിമിഷവും വൈറ്റ് ഹൗസിൽ നിന്ന് തീരുമാനം വന്നാൽ ഉടനടി ഇടപെടാൻ പറ്റാവുന്ന തരത്തിലുള്ള സന്നാഹങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാനുള്ള B-2 ബോംബറുകൾ പോലും എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിൽ അമേരിക്ക ഒരുങ്ങുന്നു. അതിൻ്റെ ഒരു ധൈര്യത്തിൽ തന്നെയാണ് നെതന്യാഹു പ്രഖ്യാപിക്കുന്നത് 2 ആഴ്ചക്കുള്ളിൽ ലക്ഷ്യം നേടാൻ സാധിക്കുമെന്ന്. ഏറെ പ്രധാനമായിട്ടുള്ളത് ഇനി ഇറാൻ്റെ ശേഷി എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇപ്പോൾ കാംനായും അതേപോലെ തന്നെ പെസഷ്ക്യാനുമെല്ലാം ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ഇറാനുള്ളിൽ കയറിക്കൂടി ചാര ശൃംഖല ഉണ്ടാക്കിയിട്ടുള്ള വലിയ സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തെ തകർത്തുകൊണ്ട് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും ഇറാന് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടത് ആദ്യഘട്ടത്തിൽ ഒരൊറ്റ രാത്രിയിൽ കുറേയേറെ ആക്രമണങ്ങൾ നടത്തുകയും നിരവധി പ്രമുഖരെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തതിനു ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ, അതേപോലെ തന്നെ അൽ ഫത്താഹ് 1 എന്ന് പറയുന്ന വലിയ മിസൈലിൻ്റെ ആക്രമണം, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എത്ര തന്നെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആക്രമിക്കാനുള്ളൊരു ശേഷി ഇറാൻ ഉണ്ട് എന്നുള്ളതാണ്. ഇനി പക്ഷേ അത് എത്രത്തോളം ഉണ്ടാകും? കഴിഞ്ഞ രാത്രിയിൽ പ്രധാനമായും ഇസ്രായേൽ ഇറാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം മിസൈൽ കേന്ദ്രങ്ങളെ തകർക്കുക, മിസൈൽ സംവിധാനങ്ങളെയും ശേഖരങ്ങളെയും തകർക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വാർത്തകൾ എന്ന് പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്ന കേന്ദ്രങ്ങളെയും ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് നത്താൻസിലെയും ഫർദയിലെയും അതേപോലെ തന്നെ ഇസ്ഫഹാനിലെയും ഒക്കെ കേന്ദ്രങ്ങൾക്ക് മുകളിൽ ബോംബിടാനെങ്കിലും അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇനി അതിനും അപ്പുറത്തേക്ക് ഭൂഗർഭ അറകളിലേക്കുള്ള ആക്രമണം നടത്തണമെങ്കിൽ അമേരിക്കയുടെ സഹായം വേണ്ടി വരും. ആദ്യം അതുകൊണ്ട് തന്നെ US എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്നും തിരിച്ച് ആക്രമിക്കാനുള്ള വലിയ ശേഖരങ്ങളെ, ആയുധ ശേഖരങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അതൊക്കെ പറയുമ്പോഴും സാധാരണക്കാരായ നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. ആകെ ഇറാനിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം 400-നും 500-നും ഇടയിലാണ്. ഇപ്പോൾ കൃത്യമായ ഔദ്യോഗിക സ്ഥിരീകരണം വന്നാൽ മാത്രമേ എത്രയാണ് കൃത്യമായ സംഖ്യ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ.